പ്രൈസ് ഗോഡ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനം. അതിൻ്റെ 1-ാമത്തെ വാക്യം, 63-ാം സങ്കീർത്തനം, അതിലെ 1-ാമത്തെ വാക്യം. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദൈവമേ, നീ എന്റെ ദൈവം, എന്റെ ദൈവം. ഇപ്പൊ ഇതുവരെ നമ്മൾ കേട്ടത് കൂടെ നടക്കാമെന്ന് പറഞ്ഞ, കൂടെ വരാമെന്ന് പറഞ്ഞ ആ ചിന്ത മനസ്സിൽ വെച്ചോണ്ട് കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറയുക, നീ എന്റെ ദൈവമാണ്. പാസ്റ്ററുടെ ദൈവം എന്നല്ല, നിങ്ങളുടെ പാസ്റ്റർ ദൈവം എന്നല്ല, എന്റെ ദൈവം. ഉണ്ടോ? ആ ഒരു ബന്ധമുണ്ടോ? അതിന്റെ ആ തലക്കെട്ടിൽ അതെവിടെ വെച്ച് എഴുതിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിക്കും. ദാവീദിന്റെ ഒരു സങ്കീർത്തനം അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. ദാവീദിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. ദാവീദ് ആരാണ് എന്ന് അറിയാം. ഞാൻ ഇന്നലെ നോട്ടിങ്ങാമിൽ തിരികെ എത്തിയത്. പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ എഴുന്നേൽക്കാൻ പറ്റി നാട്ടിലെ സമയത്ത്. അപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നു. ദൈവത്തോട് പല കാര്യങ്ങൾ ഈ ഭാഗത്ത് നിലപെടാറുണ്ട്. ദാവീദ് ഒരിക്കലും കാട്ടിവെച്ച് പ്രാർത്ഥിച്ചില്ല, എന്നെ രാജാവാക്കണേ. ഒരിക്കലും ദൈവത്തോട് ചോദിച്ചില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദാവീദ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തോട് പറയാൻ സാധ്യതയുള്ള, എൻ്റെ ആടുകളെ ഒന്നും ചെന്നായൊന്നും പിടിച്ചോണ്ട് പോകല്ലേ, ഈ ആടുകളെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ, അല്ലെ? ഒരു ആട്ടിടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് ദാവീദിന്റെ ഒരു പ്രാർത്ഥന പൊങ്ങിക്കാണത്തില്ല. ഓരോ രാത്രിയും ഓരോ പകലും കഴിയുമ്പോൾ ഇന്ന് കാത്തു സൂക്ഷിക്കണേ, ഇന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് സൂക്ഷിക്കണേ, ഈ ആടുകളെ പരിപാലിക്കണേ, അതിന് വേണ്ടത് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രാർത്ഥിച്ചത്. ഒരിക്കൽ പോലും ദാവീദ് രാജാവാകാൻ ആഗ്രഹിച്ചുമില്ല, ദൈവത്തോട് അത് ചോദിച്ചുമില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ നീ ചോദിക്കാത്തത് തന്നെയാണ് ദാവീദ് നിന്നെ തേടി വന്നത്. കാരണം അത് അതിനു മുമ്പേ ദൈവം നിയമിച്ചതാണ്. നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കണേ. നീ പലതും ചോദിക്കും ദൈവത്തോട്, പക്ഷെ ആ ചോദിച്ചതൊന്നും ആയിരിക്കത്തില്ല വന്നത്. കാരണം നിന്നെ ഒരു ആട്ടിടേണ്ട സ്ഥാനത്തല്ല ദൈവം ആക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്കൊരു മാറ്റം അതേ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മാറ്റം എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിക്കെത്തിയ കാര്യത്തിനകത്തായിരിക്കില്ല, നീ ചിന്തിച്ചതും നീ ചോദിച്ചതുമായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. എന്ന് പകൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഒറ്റ കാര്യം പറയുന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരണം, ദാഹിക്കുക ഭയങ്കരമായിട്ട്. ഈ ദാഹത്തിനകത്തിരുന്നിട്ട് പറയുക, എന്നെ ഉള്ളം ദാഹിക്കുന്നത് നിനക്കായിട്ടാണ്. നീ എന്താ അങ്ങനെ പറയുന്നതിന്റെ കാരണം അവനറിയാം. അവൻ ആടിന് ദാഹമുണ്ടായാൽ ഇടയനാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആടിന് വേണ്ടതെന്തെന്ന് കൊടുക്കാൻ ഇടയൻ അറിയാം. ഇടയൻ ഉണ്ടേലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ മരുഭൂമിയാ, ഭയങ്കര പ്രശ്ന. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ചർച്ചയിൽ ഈ ഭാഗം എടുത്ത് സംസാരിച്ചപ്പോ ഇതല്ല സംസാരിച്ചപ്പോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതത്തിനോട് ചേർന്നൊരു കാര്യമാണ് സംസാരിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം. നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവ ഇഷ്ടമായാൽ അല്ല ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും മിണ്ടുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദാവീദ് രാജാവാകുന്ന ആരുടെ ഹിതമായിരുന്നു? ദൈവത്തിന്റെ ഹിതമായിരുന്നു.
ദാവീദ് രാജാവെന്ന ദൈവത്തിന് ഹിതമായിട്ട് പിന്നെ എന്തുകൊണ്ട് ദാവീദ് ഈ ഇത്രയും പ്രശ്നത്തിൽ കൂടെ പോകണ്ടെന്ന്? എന്തോ ഒരു ദാഹമായിരുന്നു. എന്തൊരു ദാഹം! ആമേൻ. ഒരു കാര്യം പോലും ചോദിക്കാതെ ഇരുന്ന ദാവീദിനെ തേടി ശമൂവേൽ വരികയാണ് ഇശ്ശായിയുടെ വീട്ടിലേക്ക്. സ്വന്തം വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലാത്ത ഒരു അനുഭവം നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല. നിങ്ങൾക്ക് അതൊക്കെ ഫസ്റ്റ് അന്നത്തെ കഥയില്ല. അയ്യോ, ഇപ്പൊ പലരോട് ചോദിച്ചാലും അവർക്ക് അവരുടെ ആ ഉള്ള ഒന്ന് തുറന്നാണ്. നിന്റെ വീട്ടിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഓ നിന്റെ വീട്ടിൽ നിനക്കൊരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ, നീ നിന്റെ വാക്കിന്, നീ പറയുന്ന കാര്യങ്ങൾക്കകത്ത് നിനക്കൊരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കാര്യമാണ്. അത് വേണമെന്നൊന്നും നിർബന്ധമല്ല ഞാൻ പറയുന്നത്. Praise God. Hallelujah. ആമേൻ. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ ഹല്ലേലൂയ നോക്കാനൊക്കെ ഒരാളുണ്ട് ഇവിടെ. ഏറ്റവും ഇളയ പയ്യനാ. ബാക്കിയുള്ളവരൊക്കെ പട്ടാളത്തിലൊക്കെ പോകുന്നു, ഭയങ്കര കാര്യമായിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഏറ്റവും ഇളയ പയ്യനാ. Praise the Lord. Hallelujah. അവനെ ആടിനെത്തിട്ടാൻ വിട്ടിരിക്കുക. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മടങ്ങി വരത്തില്ല. അവനീ പറയുന്ന പോലെ അമ്മയുടെ സ്നേഹമോ അപ്പന്റെ സ്നേഹമോ ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ എന്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം പറയാം. എന്റെ ദൃഷ്ടിയിൽ കാണുന്ന ഒരു കാര്യം, രാത്രിയിലൊക്കെ ഒരുപാട് കരഞ്ഞു കാണുമ്പോഴേ നമ്മൾ വിചാരിക്കുന്ന ദാവീദ് രാജാവ് ഭയങ്കര മനക്കെട്ടിയുള്ള ആളാ. അയ്യോ, ഈ മനക്കെട്ടി എവിടെ വെച്ചാ ഉണ്ടായെന്നറിയാമോ? അറിയോ? മരുഭൂമി വെച്ച്. ശ്രദ്ധിച്ചേ, ആടിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ദാവീദിനെ അന്ന് പിടിച്ച് ആ സിംഹാസനത്തിലോട്ട് ഇരുത്തിയാണ്. ആമേൻ. അവിടെ ഇരുന്നുകൊണ്ട് ആടിന് തീറ്റ കൊടുക്കുന്ന കാര്യം അതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്റെ കൂടെ പറയാൻ പറ്റില്ല. പക്ഷെ പദവി അവന്റെ മേൽ വന്നു വീണു. പദവി വീണത് കൊണ്ട് ഉടനെ പോസ്റ്റിലേക്ക് ചെന്നില്ല. പദവി വീണു. ഇതാണ് നിന്റെ ഫ്യൂച്ചർ, ഇതാണ് നിന്റെ ദൈവിക പദ്ധതി. പദവി അവന്റെ മേൽ വീണു. പക്ഷെ ആ പദവിയിൽ നീ എത്തണമെങ്കിൽ, നിന്നെ എക്യുപ്പ് ചെയ്യണമെങ്കിൽ, ദാവീദേ, നീ മരുഭൂമിയിലൂടെ പോയാലേ പറ്റൂ. ഇവിടെ വെച്ച് യുദ്ധത്തിന്റെ കൈകളെയും പോരിന്റെ വില്ലുകളെയും അഭ്യസിപ്പിക്കുന്ന യഹോവ. എന്ത് ദാവീദേ അങ്ങനെ എഴുതാൻ കാര്യം? ഓ, എന്നെ അഭ്യസിപ്പിച്ചത് അവനീ മരുഭൂമിയിൽ വെച്ച. വെറും ഒരാളല്ലെന്നേ ദാവീദ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദാവീദിന്റെ മേൽ ഇറങ്ങിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വേറെ ഒരാളുടെ മേലും ഇല്ല. നമ്മളിപ്പം പറയുന്ന കൈയടിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന അഭിഷേകം പലരുടെ മേലും ഉണ്ട്. പക്ഷെ ദാവീദിന്റെ മേൽ വീണ അഭിഷേകം ആ കാലഘട്ടത്തിൽ അവന്റെ മേൽ മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അവൻ വന്നേലേ ഗോലിയാത്ത് തകർത്തുള്ളൂ. കാരണം അതിന്റെ തക്ക അഭിഷേകം അവന്റെ മേലേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ദാവീദ് എവിടാ? ആമേൻ. ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു കാലം അവൻ ഉണ്ടാവുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോ, ശമൂവേലിനെ നേരത്തെ പോലെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പരിചയം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, ദൂത് പറയുന്നവർക്ക് എപ്പോഴും അത് സാധ്യമായി കിട്ടിക്കഴിഞ്ഞാൽ, പാസ്റ്റേ, ദൂത് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ? ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുക. ഈ ശമൂവേല് വന്ന് ദൂതൊക്കെ പറഞ്ഞ് അഭിഷേകതയിലെ ഒഴിച്ചു പോയി. ഇതിനു മുമ്പേ അഭിഷേകതയിലെ ഒഴിച്ച കഥയൊക്കെ അറിയാം. അപ്പൊ ആരുടെ മേൽ വീണാലും ആ കാര്യത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നൊക്കെ അറിയാം. എന്നാലും കുറെ ദിവസം ഈ മരുഭൂമിയിൽ ഇരുന്നപ്പോ ദാവീദ് പറഞ്ഞു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ വിളിച്ചു പറഞ്ഞു. എന്തോ പറഞ്ഞ അന്നേരം? ഈ പുള്ളിയും കള്ളപ്രവാചകൻ അല്ലേ? അഭിഷേകം വീണിട്ടുണ്ട്. Praise God. ഞാനാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചേ, ദൈവമേ, ഈ മനുഷ്യനെ പറഞ്ഞു വിട്ട് എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ നീ ഇത് ചെയ്തേ അല്ലേ? നമ്മളതങ്ങനല്ലേ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ എനിക്ക് പദവി തന്നേ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ ഇതെല്ലാം എനിക്ക് വേണ്ടി ഒരുക്കിയത്. ഇതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നു. നിന്റെ പ്ലാനിനകത്ത് ഞാൻ കയറി നിൽക്കണമെന്ന് നീ ആഗ്രഹിച്ചു അല്ലേ? Praise God. Hallelujah.
പക്ഷെ ഇതിനകത്തുനിന്നൊക്കെ നിങ്ങൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. ഞാൻ വചനത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറുകയാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നറിയാമോ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെ? സ്വർഗത്തിൽ ദൈവത്തിന്റെ മനസ്സിനകത്തെ ചിന്തയ്ക്ക് വിരോധമായിട്ട് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു പുള്ളി അവിടെ നിന്ന് ചിന്തിച്ചതേ ഉള്ളൂ, ഞാൻ അത്യുന്നതന്റെ മീതെ കയറും, ഞാൻ അവിടെ നിന്ന് ഇരിക്കും. അകത്ത് ചിന്തിച്ച സെക്കൻഡിൽ വെട്ടുകൊണ്ട് താഴെ പോയി. അങ്ങനെയല്ലേ? അരുണോദന് പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടിയിട്ട് നിലത്ത് വീണു, ഒറ്റയടിക്ക് വെട്ടു വീണു പോയി. അപ്പൊ ആരും പറഞ്ഞു കേട്ടിട്ടല്ല, നമ്മളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേൾക്കുമ്പോഴല്ലേ നമ്മുടെ പ്രശ്നം. ഇവിടെ നിൽക്കണേ, പ്രൈസ് ഗോഡ്. പറഞ്ഞു കേൾക്കുമ്പോഴാണ് പ്രശ്നം അല്ലേ? ഒരാളോട് പറയുന്നു, ആളാൾ അടുത്ത ആളോട് പറയുന്നു. ഈ പറച്ചിലകത്ത് എന്തൊക്കെ കൂടുതൽ പറയുന്നതൊന്നും നമുക്കറിയത്തില്ല. എന്റെ ദൈവത്തിന് ആരും പറഞ്ഞു കൊടുക്കണ്ട, ഒരാളും പറഞ്ഞു കൊടുക്കണ്ട. ഒരാളും വാ തുറന്ന് സംസാരിക്കണ്ട. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭരണം നടക്കുന്ന സ്ഥലത്ത് ദൈവ ഇഷ്ടം മാത്രം ചലിക്കുന്ന ഒരു കാര്യം, അതാ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം എങ്ങനെയായിരിക്കുന്നോ അതുപോലെ. ഒരു കാര്യം, ദൈവഹിതം ഇത് എന്റെ ഹിതത്തിലാണെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മുടെ? ദൈവഹിതം എന്ന് പറയുന്നതിനകത്ത് വളരെ ശക്തമായി അടി കിട്ടിയ ആളാണ് ഞാൻ. നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്, നല്ല അടി. ഞാൻ ഒരിക്കലും പറഞ്ഞതാ. ആ പറഞ്ഞതിനകത്തില് എല്ലാവരും ഇവിടെ ഇരിപ്പില്ല, ഒന്ന് രണ്ട് പേരെ ആ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയുക. ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് ബിസിനസ് കയറി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത ബിസിനസ്സിലേക്ക് പോകാൻ നേരം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ആളിനെ വരുത്തി. വെളിപ്പാടുള്ള ഒരു അച്ഛനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, കല്ല് കൂട്ടിയിരിക്കുന്നതിന് മണ്ടയിൽ ഒരു പുസ്തകം കാണുന്നുണ്ട്, നിനക്ക് ദൈവവേലയാ പറഞ്ഞിരിക്കുന്നത്. 20-21 വയസ്സുള്ളപ്പം ദൈവവേലയാ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുകയെന്ന് പറഞ്ഞു. ഇപ്പൊ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഹാസ്യം പറയാം. ഒരു 7 ദിവസം. 3-ാം ദിവസം ആയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഇന്ന കളറുള്ള വണ്ടി വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നിന്റെ ജീവിതത്തിൽ ദൈവം ബിസിനസിന്റെ വഴികൾ തുറക്കുന്നു. നല്ല കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ പുള്ളി പറഞ്ഞ അതേപോലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ വണ്ടികളും വന്നു. ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം അവിടെ തുടങ്ങിയിരിക്കുന്ന സമയത്തും ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന സമയത്തും എന്റെ പുറകിൽ ആരോ വന്നിട്ട് എന്നോട് പറയും, ഇതല്ല നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. വിട്ടില്ല. അവസാനം ഒറ്റ അടി കിട്ടിയിട്ട് എല്ലാം തകർന്നു പോയി. നമുക്കറിയാമല്ലോ, 1 കോടിക്കടുത്ത് കടമായി. 90കളിൽ എല്ലാം താത്തു വച്ചിട്ട് ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിച്ചവനാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, ദൈവഹിതം എന്ന് പറയുന്നതിന് ഭയങ്കര വിലയാണ്. നമ്മൾ ഉപസിച്ചാൽ ദൈവത്തിന്റെ ഹിതം കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? ഇതിന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പെർഫെക്റ്റ് വില്ലുണ്ട്, പെർമിസീവ് വില്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ യഥാർത്ഥ ഹിതമുണ്ട്. അപ്പൊ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു ബലം പിടിച്ചു, ബലാത്കാരികൾ ബലം പിടിച്ചു വാങ്ങിക്കുന്നതൊക്കെ പറയും. ദൈവഹിതത്തിനെതിരായിട്ട് ആരും ബലാത്കാരം ചെയ്യല്ലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് ഹല്ലേലൂയ ഇത്രയും പ്രശ്നത്തിന് നടുവിൽ ദൂത് പറഞ്ഞ പ്രവാചകനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ ദാവീദേ, നീ ഇവിടെ കൊണ്ട് അവസാനിക്കാനല്ല ദൈവിക പദ്ധതി. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നാളുകൾ നമ്മുടെ എന്താണെന്ന് അറിയാവുന്ന ദൈവമാ ഇന്ന് നമ്മുടെ പ്ലാൻ ചെയ്യുന്നത്.
നമ്മുടെ നാളുകളെ അറിയാൻ നമുക്ക് അറിയില്ല. നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പല പ്രവാചകന്മാരും പ്രവചനത്തിലൂടെ പല കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കകത്തും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തോ അതിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് നല്ല തന്റെ അടുത്താണ്, ദൈവമേ നീ എന്റെ ദൈവം. അധികാലത്തെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ. ആമേൻ, ആമേൻ. സ്വത്രം ഇല്ലെന്ന് എനിക്കറിയാം. നൈറ്റ് കഴിഞ്ഞവരായിരിക്കും ചിലർക്കൊക്കെ ഉറക്കം വരുന്നു എനിക്ക് കാണാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാര്യം പറയട്ടെ, നമ്മള് രണ്ടുപേര് തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ഇഷ്ടമുള്ള ആളിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കത്തില്ലേ? അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞത് അല്ലേ? ദൈവമായിട്ടൊരു ശകലമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആരുടെ ഇഷ്ടം നമ്മൾ ചെയ്തു കൊടുക്കും? ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് വചനത്തിൽ നിന്ന് ഒരുപാട് റെഫറൻസ് ഒക്കെ പറയണ്ട. അതിലൊന്നുമല്ല ഞാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറ, ദാവീദേ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിയായിരുന്നു. പക്ഷേ കടന്നുപോയ വർഷങ്ങൾ അവൻ മരുഭൂമിയിലൂടെ പോയി. പല കൺഫ്യൂഷനുകളിലൂടെ പോയി, പല പ്രശ്നങ്ങളിലൂടെ പോയി. അവസാനം ഒരു ദിവസം അവന്റെ ഭാര്യ പോലും അവനെതിരായി നിന്നു, അല്ലെ? പക്ഷെ ചരിത്രത്തിനകത്ത്, പുസ്തകത്തിന്റെ ചരിത്രത്തിനകത്ത് ദാവീദിനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. നമുക്ക് പലപ്പോഴും ദാവീദിനെ കുറിച്ച് പല കുറ്റങ്ങൾ പറയാൻ കാണും. അങ്ങനെയല്ലേ സാധാരണ കുറ്റം പറച്ചില് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അറ്റം കിട്ടിയാണെന്നില്ല പറയാം. ആരെയും എന്താ പറയാ, ചൂണ്ടിയൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അവരവരെ ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്താൽ മതി. കുറ്റം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്. പക്ഷെ ദൈവം ഒരിക്കലും ദാവീദിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് അനുവദിച്ചെന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ ശിക്ഷ കൊടുത്തു ഇല്ലതല്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ വന്നപ്പോ ദാവീദിന്റെ സന്തതി. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇന്ന് പകലായിരിക്കുമ്പോ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് ചോദിക്കാമോ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? ആമേൻ, ആമേൻ. ശമൂവേലിനൊന്ന് ദൂത് പറഞ്ഞു പോകുന്ന പദ്ധതിയേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പണി. അവനോട് എതിർത്തിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം എന്നോട് ശക്തമായി രാവിലെ ദൈവാത്മാവ് ഇടപെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ദൈവഹിതത്തിൽ ചലിക്കാൻ തുടങ്ങിയാൽ നീ അറിയാത്ത വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ. നമ്മൾ പലതിനും പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാതിലുകൾ തുറക്കാതെ. ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കുന്നതിന് കാണുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ വന്നു, ചില പ്രശ്നങ്ങൾ വന്നു, അല്ലെ ചില വിഷയങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ച കണ്ടപ്പോ ഞാൻ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അവിടെ കൊണ്ട് ദാവീദ് തന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ നോക്കിയില്ല. ഇവിടെ കൊണ്ട് തകർന്നു പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നില്ല. ഇവിടെ കൊണ്ട് അടുത്തൊരു ചുവട് പൊക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് മനം മടുത്തില്ല. അവനെ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിനിടയിൽ ദൈവത്തിന്റെ പദ്ധതി അവനെ തേടി വന്നു. മനസ്സ് തകർന്നിരിക്കുന്ന പലരും ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പല കാര്യങ്ങളിലായിരിക്കും നിങ്ങളുടെ വിഷയങ്ങൾ നിൽക്കുന്നത്.
ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്, അധികാലത്തെ നീ അവനെ അന്വേഷിക്കാൻ തയ്യാറായാൽ, വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവന്റെ കൈ അനുകൂലമാണ്. ആമേൻ. നിന്റെ പ്രശ്നത്തിന് നടുവിൽ, നിന്റെ സാഹചര്യത്തിന് നടുവിൽ, അനുഭവങ്ങൾക്ക് നടുവിൽ ഇന്ന് പകൽ എന്റെ യേശുവിനെ അന്വേഷിക്കാൻ വേണ്ടി തന്നെ നിനക്ക് തയ്യാറാകാമോ? ആമേൻ. ഈ പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. ഇന്ന് പകൽ ആരാധനയുടെ സമയത്ത് വെളിപ്പെട്ട ദൈവസ്ഥാനത്ത് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നിന്റെ ഹൃദയം ഹല്ലേലൂയ വല്ലാതെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ നിന്റെ ജീവിതത്തെ ദൈവസ്ഥാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന നിന്നെ കൂടെ വരാമെന്ന് പറഞ്ഞ്, ഏത് സാഹചര്യമായിക്കോട്ടെ കൂടെ വരാമെന്ന് പറഞ്ഞ, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവത്തെ ഇന്ന് പകൽ നിനക്ക് പിടിക്കാൻ പറ്റോ? ആ ദൈവത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ആ സാന്നിധ്യത്തിന്റെ നിറവിൽ നിൽക്കാൻ കഴിയുമോ? ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴമേറിയ ഒരു ബന്ധം അതിനകത്ത് വരത്തക്കവണ്ണം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഒരു ചിന്തയോടെ വരത്തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കാട്ടിക്കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ദാവീദ്, വചനത്തിനകത്ത് അങ്ങനൊന്നും പാട്ട് പാടുന്നില്ല, പക്ഷെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, എപ്പോഴും കാട്ടിൽ അവൻ പാട്ട് പാടിക്കൊണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആരോട് പരാതിപ്പെടാനില്ലാതെ, ആരോട് പരാതി പറയാനില്ലാതെ, ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ പാടി സ്തുതിക്കാൻ, അല്ലെങ്കിൽ പരാതിപ്പെടാതെ ഹല്ലേലൂയ കരഞ്ഞു കാണുമായിരിക്കാം. ജീവിതത്തെ ഇങ്ങനെ ഹല്ലേലൂയ ക്രമീകരിച്ചു വരുമ്പോ ആ കാലഘട്ടം കൊണ്ട് അവനൊരു കാര്യം പിടികിട്ടി, എന്നെ നടത്താൻ ഒരു ഇടയനുണ്ടെങ്കിൽ അത് യഹോവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്നേ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ദൈവസന്നിധിയിലേക്ക്? സാഹചര്യം എന്തുമായിക്കോട്ടെ, ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഇതിനകത്ത് ദൈവിക പരിപാടി ഉണ്ടെന്ന്, ദൈവിക പദ്ധതി ഉണ്ടെന്ന് നിനക്ക് ബോധ്യമായ ദൈവകരത്തിലേക്ക് നിനക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ സ്വസ്ഥമാക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ചക്രവർത്തിയുടെ മുൻപാകെ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമായിരുന്നു. ചക്രവർത്തിയോട് ദൂത് പറയണമെങ്കിൽ പൗലോസിനെ കൊണ്ടേ പറ്റുകൊള്ളുന്ന ദൈവത്തിന് അറിയാം. ആമേൻ. അവനെ എക്വിപ്പ് ചെയ്ത് കൊടുത്ത് വിട്ടിരിക്കോ, പക്ഷേ അവൻ പോകുന്ന വഴിയിൽ ഈശാന മൂലൻ തകർത്ത് കളയാൻ വേണ്ടി ഒരുങ്ങി. അവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. ഈശാന മൂലനിൽ അതിനേക്കാൾ വലുതൊന്നു വന്നാലും പൗലോസ് നീ തകരില്ല, കാരണം നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അപ്പുറത്താണ്. ആമേൻ. എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് സാഹചര്യമായിക്കോട്ടെ, എന്തെല്ലാം ആയിക്കോട്ടെ, അതിന് നടുവിൽ praise the Lord, hallelujah, praise to Jesus, praise to Jesus, hallelujah. അതിന് നടുവിൽ ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ ഒരു ബോധ്യം വേണം. ആമേൻ. കൂടെ വരാം, കൂടെ നടത്താം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോ മറ്റാരെക്കാളും നീ വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം നിന്റെ യേശുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിലിരിക്കുമ്പോൾ അവൻ നീ എന്റെ ദൈവമാണെന്ന് പറയണമെങ്കിൽ അവനുള്ളിൽ അവന്റെ ദൈവത്തെ നല്ല പരിചയമായി. വേറെ എങ്ങൊന്നും ഒരു രക്ഷയില്ലെന്ന് അവനറിയാം. വേറെ എങ്ങൊന്നും ആർക്കും അവനെ വിടിപ്പിക്കാൻ കഴിയില്ല. കാരണം അഭിഷേകം വീണിരിക്കുന്ന അവിടുന്ന് അവിടുത്തെ നിയോഗമാണ് വന്ന് വീണിരിക്കുന്നത്. ഈ പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിന്റെ മേൽ ആ നിയോഗം വന്ന് വീണം? Praise to Jesus. Praise to Jesus. ഇന്ന് ആയിരിക്കുന്ന സാഹചര്യത്തിന് മാറ്റം ഉണ്ടാക്കാൻ പോകുക. ഇന്നത്തെ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകും. ഇന്നത്തെ സാഹചര്യത്തിന്
നിന്റെ ജീവിതത്തിൽ പല ആലോചനകൾ കേട്ടു, പലതും പല സമയങ്ങളിൽ കേട്ടു. നീ ഒത്തിരി പ്രതീക്ഷയോടെ ഇരുന്നു, ദൈവസന്നിധിയിൽ പലതും പ്രാർത്ഥിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോ അതായിരിക്കുമോ ഇതായിരിക്കുമോ നീ ഒന്നും ചിന്തിക്കണ്ട, വെറുതെ വിട്ടുവിടാ. എന്റെ ദൈവമേ, നിന്റെ ഹിതത്തിൽ എന്നെ നടത്തണമെന്ന് പറയാം. ആമേൻ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ പ്രിയപ്പെട്ടവരെ? മറുപടിയില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും ദൈവസന്നിധിയിൽ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആമേൻ ദൈവത്തോട് പരാതിപ്പെടുന്ന അനുഭവങ്ങൾ പോലും ചിലരുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നത് ആത്മാവിൽ ഞാൻ ഗ്രഹിച്ചിട്ടാ ഞാൻ വിളിച്ചു പറയുന്നേ. എന്റെ നാളുകളെ അറിഞ്ഞിട്ടാ എന്റെ ദൈവം ഇന്ന് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം ചിലപ്പോൾ നിനക്കത് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം, മറ്റെല്ലാരെക്കാളും അധികം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാ എന്റെ യേശു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ അവന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ആമേൻ, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഹിതത്തിനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ആമേൻ, ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുത്താൽ ആമേൻ, അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി ചിലത് തുറക്കപ്പെടുമെന്ന്, ആമേൻ, അതിനപ്പുറത്ത് ദൈവത്തിന്റെ കാര്യപരിപാടി വെളിപ്പെടുമെന്ന് ആമേൻ ഗ്രഹിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തകർന്നു പോകുമോ, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, നിന്നെ കണ്ട് വിളിച്ച് അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. ഇന്ന് പകലും ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോ കർത്താവ് ചോദിക്കുന്നത്, ആമേൻ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? മരുഭൂമിയുടെ അനുഭവമുണ്ട്. ആമേൻ. സാഹചര്യം വളരെ മോശമാണെന്ന് ചിലപ്പോൾ പറയാം. ആമേൻ. ഹല്ലേലൂയ. എന്ത് എന്നൊക്കെ അവൻ ഉള്ളിൽ ചിന്തിച്ചിട്ട് ജീവിക്കണോ എന്ന് പോലും സംശയിക്കുമാറുള്ള ചിന്തകൾ പോലും നിന്റെ ഉള്ളിൽ രൂപപ്പെടത്തക്കവണ്ണം ആമേൻ പിശാച് സ്വാധീനം ചെലുത്താനുള്ള മണ്ഡലങ്ങൾ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ എന്റെ യേശുവിന്റെ വാക്കിന് ചെവി കൊടുക്കാൻ, എന്റെ ഹൃദയത്തെ അവന്റെ സന്നദ്ധത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവസന്നദ്ധത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ നിൽപ്പുണ്ട്. പ്രൈസ് ഗോഡ്. നിന്റെ സാഹചര്യങ്ങൾ വേറെ ആരെക്കാളും അറിയാവുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. നീ ഇന്നായിരിക്കുന്ന പ്രശ്നം എന്തായാലും അത് മറ്റാരെക്കാളും അറിയാവുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ അനുഭവത്തിന്റെ നടുവിൽ ദൈവസന്നദ്ധത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആമേൻ ആമേൻ ഹല്ലേലൂയ അസാധ്യതകളുടെ മണ്ഡലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ഇന്ന് പകരം എന്റെ യേശു ഇവിടെ ഉണ്ട്. കാരണം അവന്റെ ഹിതത്തിനകത്തേക്ക് ചലിച്ചാൽ ആമേൻ നിശ്ചയം ചിലതവിടെ തുറക്കപ്പെടുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് മനസ്സ് വെക്കാൻ ഇന്ന് പകൽ കഴിയുമോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവ ഇഷ്ടത്തിന് വേണ്ടി ആമേൻ. ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ പലതും എത്തപ്പെടത്തില്ലായിരിക്കും. ആമേൻ. ബുദ്ധിയിൽ നമുക്ക് പലതും ചെയ്തു കൂട്ടാൻ കഴിയുന്നില്ലായിരിക്കാം. ആമേൻ. നിന്റെ ബുദ്ധിയല്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം നിന്റെ മേൽ ഇറങ്ങി വരണമെങ്കിൽ ദൈവഹിതത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഒരാളല്ല, രണ്ടുപേരല്ല, 3 പേരല്ല. ആമേൻ. ഇന്ന് പകൽ മനസ്സിൽ ഭാരത്തോടെ അകത്തിരിക്കുന്നത് ആത്മാവിൽ എനിക്ക് നല്ല ബോധ്യം കിട്ടുന്നുണ്ട്.
ആമേൻ. പക്ഷെ നിന്നെ അറിയുന്ന ദൈവമാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും, നിന്നെ അറിയുന്ന നാളുകളെ നിന്നെ അറിയുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി പദ്ധതികൾ ഇട്ടിരിക്കുന്നതെന്നും ഇന്ന് പകൽ നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തുറന്ന് ദൈവസന്നിധിയിലേക്ക് നയിച്ചു കൊടുത്തേ. Praise to Jesus, praise to Jesus. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ സാന്നിധ്യം നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബാഡി കോഴി തന്റെ കുഞ്ഞിനെ ചെറുകടിയിൽ മറയ്ക്കുന്ന പോലെ അവൻ നിന്നെ മറയ്ക്കുമെന്ന്, അവൻ നിന്നെ മറയ്ക്കുമെന്ന് ഇന്ന് പകലൊന്ന് വിശ്വസിക്കാം. പെറ്റമ്മ വിട്ട് കളഞ്ഞാലും പെറ്റമ്മ മറന്നു പോയാലും മറക്കത്തില്ലെന്ന് പറഞ്ഞെന്റെ യേശു. പക്ഷെ ഒറ്റ കാര്യം, മറ്റെല്ലാത്തിനേക്കാളും അധികം യേശുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ശക്തമായ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് സാധാരണ നിലവാരത്തിലല്ല. അതീ കാട്ടിക്കിടന്ന് അലഞ്ഞ് നിന്റെ മനസ്സ് ഉലഞ്ഞു പോകാനുള്ളതല്ല. അതിനുവേണ്ടി നിന്നെ പൊക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആഴ്ന്നറിയാം. നീ ഇന്ന് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന പലതും നിന്റെ മുമ്പിൽ വളരെ നിസ്സാരമായി പോകും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രശ്നമെന്ന് നീ ചിന്തിക്കുന്ന പലതിന് മുമ്പിൽ നിസ്സാരം. ഇങ്ങനെ തന്നെ ആ വാക്ക് ഞാൻ പറയുകയാണ്. പ്രശ്നമെന്ന് നീ ചിന്തിക്കുന്ന പലതും നിസ്സാരമാകും. ആമേൻ. ഇന്ന് പകൽ ദയിപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. എന്റെ ദൈവത്തിന്റെ പേര് തന്നെ സ്നേഹം എന്നാണല്ലോ. ഞങ്ങളുടെ ഉള്ളിലേക്ക് അവിടുന്ന് പകരുന്ന ആ സ്നേഹം, ആ കർത്താവേ കൃപയ്ക്കകത്ത് ഞങ്ങൾ മറയുകയാണ്. അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് കർത്താവേ പലതും ഞങ്ങൾക്ക് അമിക്കല്ലേലും പലപ്പോഴും ഭാരമായി തോന്നിയാലും ദൈവ ഇഷ്ടങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗ്ഗം ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണമേ. ഒരു മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.